തലസ്ഥാനത്ത് ബി.ജെ.പി. കൗൺസിലറായ ക്രിമിനൽ സുഗതനാണെങ്കിൽ അത് തൃശൂരിൽ ഗോവിരായാവിന്റെ സാമ്രാജ്യത്തിലെത്തുമ്പോൾ ബി.ജെ.പിയുടെ സൗത്ത് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ബി.ആർ. ശ്രീകുമാറിന്റെ ക്രിമിനൽ പ്രവർത്തനത്തെക്കുറിച്ച് സ്വന്തം ഭാര്യ തന്നെ ഒരു കേസുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതിലും വധശ്രമത്തിന് നോൺ ബെയിലബിൾ കേസ് അഥവാ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ബി.ആർ. ശ്രീകുമാറിനെതിരെ സ്വന്തം വീട്ടിലെ ഭാര്യ ക്രൂരമായി ഗാർഹിക പീഡനത്തിന് ഇരയാക്കിയതിന്റെ പേരിൽ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുകയാണ്. ഭാര്യയെ മർദ്ദിച്ചെന്ന പരാതിയിൽ ബി.ജെ.പി. തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ.ആർ. ശ്രീകുമാറിനെതിരെ കേസ്. വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് മതിലകം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ക്രൂരമായി മർദ്ദിച്ചുവെന്നും കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നുമാണ് ഭാര്യയുടെ പരാതി. യുവതിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ലെവിൻ കെ വിജയൻ തൃശൂരിൽ നിന്നും ചേരുന്നു. ലെവിൻ, വിശദാംശങ്ങൾ. ബി.ജെ.പിയുടെ തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ.ആർ. ശ്രീകുമാറിനെതിരെയാണ് മതിലകം പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശ്രീകുമാറിന്റെ ഭാര്യയുടെ പരാതിയിലാണ് ഇപ്പോൾ നടപടിയുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച വൈകിട്ട് വീട്ടിൽ വൈകി എത്തി എന്ന് പറഞ്ഞ കാരണം കൊണ്ട് യുവതിയെ ക്രൂരമായി മർദ്ദിക്കുകയും തല ഭിത്തിയിൽ ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തുന്നത്. നമ്മൾ മനസ്സിലാക്കിയത് പ്രകാരവും പരാതിക്കാരിയുമായി നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിന്റെ പ്രകാരവും ക്രൂരമായ ഗാർഹിക പീഡനമാണ് ഇവർ നേരിട്ടത് എന്നുള്ളതാണ്. നിരവധി തവണകളിലായി ഇത്തരത്തിൽ ശ്രീകുമാറിന്റെ ഭാഗത്തു നിന്നും പല തവണകളിലായി ക്രൂരമായ മർദ്ദനം ഈ യുവതിക്ക് നേരെ ഉണ്ടായി എന്നുള്ളതാണ് പരാതി. ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി പരാതി പറഞ്ഞെങ്കിലും പോലീസ് നിസ്സാരമായ വകുപ്പുകൾ ചുമത്തി അല്ലെങ്കിൽ ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരാത്ത വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഈ ഘട്ടത്തിൽ പോലീസ് ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് യുവതി ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ച് അവശയായതിനെ തുടർന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. ആ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി അവിടെ നിന്നും പോലീസിന് ഇന്റിമേഷൻ പോവുകയും ഇന്റിമേഷൻ പോയി മൊഴിയെടുത്ത് ഒരു ദിവസം കൂടി വൈകിയാണ് ഇവർക്ക് മൊഴിയെടുക്കാൻ പോലീസ് എത്തിയതെന്നും ഉള്ള ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും പോലീസ് ഇപ്പോൾ മൊഴിയെടുത്ത് ഇത്തരത്തിൽ യുവതിയുടെ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. വധശ്രമം അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. വഴിതടയൽ, വധശ്രമം, അതോടൊപ്പം തന്നെ മർദ്ദനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 7 വർഷം വരെ പരമാവധി തടവ് ലഭിക്കാവുന്ന BNS 110 വധശ്രമം അടക്കമുള്ള വകുപ്പുകളാണ് ശ്രീകുമാറിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കേട്ടല്ലോ, കേരളത്തിലെ റിയൽ ക്രിമിനലുകൾ ആരാണ്? ഇത്രയും കാലം മാധ്യമങ്ങളാണല്ലോ ക്രിമിനലുകളെ കുറിച്ച് പൊതുജനങ്ങളെ അറിയിച്ചുകൊണ്ടിരുന്നത്. മാധ്യമങ്ങൾ നിയന്ത്രിക്കുന്നത് നമ്മുടെ നാട്ടിലെ സവർണ സംഘികളും തറവാട്ടിലുള്ളവരും ആയിരുന്നത് കൊണ്ട് തന്നെ യഥാർത്ഥ ക്രിമിനലുകളെയും ഗുണ്ടകളെയും സമൂഹത്തിന് പരിചയപ്പെടുത്താതെ സിനിമകളിലൂടെയും മാധ്യമങ്ങളിലൂടെയെല്ലാം ഈ നാട്ടിലെ തൊഴിലാളികളെയും പിന്നോക്കക്കാരെയും ഇടതുപക്ഷക്കാരെയെല്ലാം ക്രിമിനൽ ഗുണ്ട ചാപ്പ കുത്തിയിരുന്നു. പക്ഷേ ഡിജിറ്റൽ കാലം എത്തിയപ്പോഴാണ് യഥാർത്ഥ അല്ലെങ്കിൽ റിയൽ ഗുണ്ടകൾ ക്രിമിനലുകൾ ആരെന്ന് ജനം അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. നോക്കണേ, സ്വന്തം വീട്ടിനകത്ത് ഭാര്യ എവിടെയോ പോയി വൈകി വന്നതിന്റെ പേരിൽ ക്രൂരമായി തല്ലിച്ചതച്ചു, തല പിടിച്ച് ഭിത്തിയിലിടിച്ചു. അപകടകരമായ അവസ്ഥയിൽ അവർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. അവശയായ സ്ത്രീക്ക് എന്ത് പറ്റിയെന്ന് അന്വേഷിച്ചപ്പോൾ ഭർത്താവായിട്ടുള്ള കുലപുരുഷനായിട്ടുള്ള ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ബി.ആർ. ശ്രീകുമാർ എന്ന ക്രിമിനൽ വീട്ടിനകത്ത് സ്ത്രീകളോട് ചെയ്ത പ്രവർത്തനമാണ് നിങ്ങൾ ഈ കേട്ടത്. ക്ഷേത്രത്തിനുള്ളിൽ പിന്നോക്ക ഹിന്ദുവിനെ തല്ലിച്ചതച്ച സുഗതൻ എന്ന ബി.ജെ.പിയുടെ തലസ്ഥാനത്തെ കൗൺസിലറെ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചതിനു പിന്നാലെ തൃശൂരിൽ നിന്ന് വരുന്ന ഈ വാർത്ത കൂടിയാകുമ്പോൾ നിങ്ങൾ തന്നെ പറ. നല്ല തറവാട്ടിൽ പറന്ന് വെളുത്ത നിറത്തിൽ സുന്ദര കുട്ടപ്പനായിട്ട് നടന്നാൽ റിയൽ ക്രിമിനലുകളെ കുറിച്ചുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടില്ല എന്നാണ് കരുതുന്നത്. കാര്യം പണ്ട് കാലഘട്ടത്തിൽ മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ് തുടങ്ങി ഒട്ടുമിക്ക മാധ്യമങ്ങളും നമ്മുടെ പോക്കറ്റിലായതുകൊണ്ട് നമ്മൾ ചെയ്താൽ വാർത്തയല്ല, ആ രീതിയിലായിരുന്നു മാധ്യമ പ്രവർത്തനം. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇമാതിരി ക്രൂരതകൾ കൂടി പുറത്തേക്ക് വരുമ്പോൾ കേരളത്തിലെ ശാഖാമോന്മാർ അഥവാ സംഘികൾ എന്ന് പറഞ്ഞാൽ എത്ര റിയൽ ക്രൂരന്മാരാണെന്ന് നോക്കണേ. 11 കേസിൽ പ്രതിയായ സുഗതനെ അറസ്റ്റ് ചെയ്യുമ്പോൾ
രക്ഷിക്കാൻ വേണ്ടി മുറവിളി ഉയരുകയാണ്. ഇത് മറ്റേതെങ്കിലും പാർട്ടിയിലായിരുന്നെങ്കിൽ ആ പ്രവൃത്തി ചെയ്യുന്നവരെയും ഇവർ ഏത് ചാപ്പ കുത്തിയനെ. തലസ്ഥാനത്തെ പ്രശ്നം ഒന്ന് കൈകാര്യം ചെയ്ത് വരുന്നതിനിടയിലാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഈ ഒരു കേസ് കൂടി പുറത്തേക്ക് വരുന്നത്. സ്വന്തം വീട്ടിലെ സ്ത്രീകളെ പോലും ക്രൂരമായി അതിക്രമിക്കുന്നവരാണ് BJP എന്ന പാർട്ടി ഓരോ ജില്ലയിലും നയിക്കുന്നു എന്ന വിവരം കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ നാട് മനസ്സിലാക്കേണ്ടത്, കുലപുരുഷന്മാർ വെളുക്കെ ചിരിച്ച് കുറിയടിച്ച് നടക്കുന്നവർ വീടിനകത്തു വരെ ടെറർ സ്വഭാവമാണ്, അഥവാ ക്രിമിനൽ മനോഭാവമുള്ളവരാണെന്ന് തെളിയിക്കുന്ന സംഭവവികാസം. ശക്തമായ നടപടി ഉണ്ടാകേണ്ടതുണ്ട്. കോൺഗ്രസ് അധികാരത്തിൽ വന്നതോടുകൂടി സംഘപരിവാറുകാർ വിളച്ചിലിറക്കുകയാണ്. വീട്ടിൽ വരെ അതിക്രമം അരിച്ചുവിടുന്ന അവസ്ഥയുണ്ടെന്ന് പറയേണ്ടി വരികയാണ്.